അല്ലായിരുന്നെങ്കിൽ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ചേട്ടന്മാരൊക്കെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇവരൊക്കെ നമ്മൾ ശരിക്കും പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. പുലർച്ചെ മുതൽ ഈ മനുഷ്യർ അവരുടെ ഊണും ഉറക്കവും ദാഹവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കാണൂ, കോരിച്ചൊരിയുന്ന മഴയാണ് എറണാകുളം നഗരത്തിലുണ്ടായത്. സാറേ, എത്ര യൂണിറ്റുകൾ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടാവും സാറേ? 15 യൂണിറ്റ് സാറേ പറയും, എത്ര യൂണിറ്റുകൾ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്? 15 കൂടുതൽ യൂണിറ്റ് വന്നിട്ടുണ്ട്. 15 കൂടുതൽ. ആദ്യം ഒരു വലിയ ദുഷ്കരമായിരുന്നു ഇത്, ഇതിനകത്തേക്കൊന്ന് കടന്ന് തീ അണക്കുക എന്ന് പറയുന്നത് അല്ലേ? ആയിരുന്നു. കാരണം അത് വന്നപ്പോൾ അങ്ങേ അറ്റത്തുനിന്നാ തീ പിടിച്ചത്. തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് ലൈനുകളിലെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ലൈൻ ഓഫാക്കി കിട്ടാൻ വേണ്ടി ഓഫാക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 5-8 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ തീ ആളി അങ്ങ് പിടിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പോൾ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെ അറിയിച്ചു. അത് വണ്ടി വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ മറ്റുള്ള യൂണിറ്റുകളെയൊക്കെ അറിയിച്ച് എല്ലാ യൂണിറ്റും ഞങ്ങൾ വിളിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഷൻ ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാ ഓഫീസേഴ്സും ഒറ്റ മനസ്സോടുകൂടി നിന്നു. എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്തു. അത് തന്നെയാണ് ലാല്, ഇവർ ഈ ഒറ്റ മനസ്സായി നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ തീ പെട്ടെന്ന് അണക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾ കൊണ്ട് തീ ഏതായാലും നിയന്ത്രണ വിധേയമാണല്ലോ. പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഗോഡൌണിനകത്ത് ആവശ്യത്തിനുള്ള സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഫയർ ന്യൂസി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ്. ഇത്രയും വലിയൊരു ഗോഡൌണാണ്, സ്ക്രാപ്പാണ്, ആക്രിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ അതിനുവേണ്ട സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ലാല്, ഇതിനകത്ത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. കാരണം ലാൽ ഇതിൻ്റെ ഒരു സംവിധാനം നോക്കുക. ഈ ഗോഡൌൺ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരില്ലായിരുന്നെങ്കിൽ ഈ എറണാകുളം നഗരം നിന്ന് കത്തിയാനെ. കാരണം ഇതാ കാണൂ, കുറേ ഇരുമ്പ് ഷീറ്റുകളും ഒപ്പം തന്നെ ഇരുമ്പ് തൂണുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ഗോഡൌൺ. പുറത്തുനിന്ന് നോക്കിയാൽ നമ്മൾ കാണില്ല, ചില പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതെന്നും അകത്ത് വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെയാണ് ഈ ഗോഡൌൺ. ഈ ഗോഡൌണിനകത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക്കും പേപ്പറും എല്ലാം കുന്നുകുമിഞ്ഞിട്ടിരിക്കുകയാണ്. ഇതിലൊരു ഫയർ സംവിധാനം. സാറേ, ഇതിനകത്ത് ഫയർ സംവിധാനമൊക്കെ ഉണ്ടാവും? ഇല്ല, നിലവിലൊന്നുമില്ല, പ്രത്യക്ഷമൊന്നും കാണുന്നില്ല. അതായത് പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് ഇത്ര വലിയ ഗോഡൌണായിട്ട് പോലും ഫയർ സംവിധാനങ്ങളൊന്നും ഇല്ല, ഒന്നും ഒരുക്കിയിട്ടില്ല. അതെ, യഥാർത്ഥത്തിൽ ഒരുക്കേണ്ടതല്ലേ ഫയർ സംവിധാനം? ഫയർ സേഫ്റ്റി അവർ തന്നെ ചെയ്യേണ്ടതാണ്. ഇത്തരം ബിൽഡിങ്ങുകൾക്ക് ഫയർ സേഫ്റ്റി നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം അവർ തന്നെ ഫയർ സേഫ്റ്റി ഒരുക്കേണ്ടതാണ്. പക്ഷേ ഇതിലകത്ത് ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഇല്ല, നിലവിലൊന്നും ഒരുക്കിയിട്ടില്ല. നിങ്ങളത് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജ് തന്നെ ഇത് കൺട്രോളായി പോയേനെ. ആദ്യ സമയത്ത് തന്നെ കണ്ടു. തീർച്ചയായും. നിങ്ങൾ ഈ ഉടമയൊക്കെ ഇതിനെതിരെ വല്ല നടപടി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവരോട്ട് പറഞ്ഞു. എന്താണ് ഉടമ പറയുന്നത് ഫയർ സേഫ്റ്റി സംവിധാനം? ഇല്ല, അതിനെക്കുറിച്ചൊന്നും അവർ പറയുന്നില്ല. ഇപ്പം നിലവിലൊന്നും അറിയത്തില്ല. നമ്മൾക്ക് കൃത്യസമയത്ത് ഇടപെടാൻ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ആളുകളെല്ലാം മെസ്സേജ് ആ സമയത്ത് കിട്ടി. രാത്രി കോൾ എന്ന് പറയുമ്പോൾ ഡിലേ ആയിട്ടായിരിക്കും മെസ്സേജ് വരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് ഫയർ നമ്മളെ കൺട്രോളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്പോട്ടിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റി. പൂർണ്ണമായിട്ട് വലിയൊരു കാഷ്വാലിറ്റി ഒഴിവാക്കും. സംശയം മാത്രമാണ്. അതായത് പകലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി എറണാകുളം നഗരം നിന്ന് കത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. ഇല്ല, അതിപ്പോൾ നമ്മുടെ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഫയർഫോഴ്സ് ഫയർ സ്റ്റേഷൻ അടുത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വന്ന് ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ പകലാണെങ്കിൽ ഇത്രയും നമുക്ക് ഇലബറേറ്റായിട്ട് പോകത്തില്ല. കാരണം മെസ്സേജ് നമുക്ക് ക്ലിയർ ആയിട്ട് അപ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ രാത്രി കാലങ്ങളിലാണ് സാധാരണ ഇത്തരം ഫയറുകൾ ഔട്ട് ഓഫ് കൺട്രോളായി പോകാൻ സാധ്യതയുള്ളത്. നമുക്ക് ഈ ഇടപെടൽ കൃത്യമായി നടത്താൻ കഴിഞ്ഞു. അതായത് KCBയിൽ അടക്കം വിളിച്ചു വരുത്തി പൂർണ്ണമായിട്ടും വൈദ്യുതി വിച്ഛേദിക്കാൻ കഴിഞ്ഞു, മറ്റ് വാഹനങ്ങളെല്ലാം എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അപകടം. 15 യൂണിറ്റുകൾ വന്ന് പ്രവർത്തിച്ചു. 80ഓളം ഫയർ റെസ്ക്യൂ ഓഫീസേഴ്സ് വന്നിരുന്നു. അത് മാത്രമല്ല, റെയിൽവേ നമ്മൾ കറക്റ്റായിട്ട് ആ ടൈമിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റി. കാരണം ബ്ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആ ഭാഗത്തേക്ക്. റെയിൽവേ നമ്മളോട് സഹകരിച്ചു. അവർ സഹകരിച്ചു. 2.5 മണിക്കൂറോളം റെയിൽവേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ലാല്. കാരണം റെയിൽവേയുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയെത്താൻ പറ്റി. ലാല് ചോദിച്ച സംശയം എന്തായി കാണാം, ലാല് കാണാം, ഫോമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോം അടിച്ച് അതിൽ പുറത്തേക്ക് ഈ വെള്ളമടിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥരുടെ ഈ പ്രയത്നം കൊണ്ട് മാത്രമാണ് വലിയൊരു തീപിടുത്തം എറണാകുളം നഗരത്തിൽ ഇല്ലാതെയായി പോയത്. നമ്മളവരെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ലാല്, കോരിച്ചൊരിയുന്ന മഴ, ആ മഴയിൽ ഈ മനുഷ്യരെല്ലാം നനഞ്ഞ് കുളിക്കുകയാണ്. അതൊന്നും ഇവർ വകവയ്ക്കുന്നില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് ഒറ്റ മനസ്സായി ഈ മനുഷ്യരിങ്ങനെ നിരന്നു നിൽക്കുകയാണ്. പറയുമ്പോൾ പറയാം ജോലിയാണ്, ജോലിയുടെ ഭാഗമാണെന്നല്ല. പക്ഷേ ഈ കോരിച്ചൊരിയുന്ന മഴയിലേക്കും അതിൻ്റെ ഈ അപകടത്തിലേക്കെല്ലാം ഇറങ്ങുമ്പോൾ മനുഷ്യ മനസ്സാണ് ഒന്ന് ആദ്യം ഭയക്കും. അയ്യോ, ജീവനല്ലേ എല്ലാത്തിലും വലുത്. പക്ഷേ ആ ഭയം അവർക്കില്ല. ആ ഭയമില്ലാതെ അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ ഒരു അപകടം എറണാകുളം നഗരത്തിൽ ഒഴിവായത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ട്രെയിൻ കടന്നു പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നെങ്കിൽ ആലോചിക്കാനേ കഴിയില്ല. അത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ഉടമ പറഞ്ഞ സംശയം അത് സംബന്ധിച്ചുള്ള കാര്യവും ഇപ്പോൾ അവശേഷിക്കുകയാണ്. ഏതോ ഒരു ദുഷ്ടമനസ്സ് ആ ദുഷ്ടമനസ്സിട്ട തീയിട്ടതായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടലുകൾ 15 യൂണിറ്റുകൾ 20ഓളം യൂണിറ്റുകൾ പല ഭാഗങ്ങളിൽ നിന്നും എത്തിക്കാൻ കഴിഞ്ഞു. എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നാവികസേനയുടെ ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലുണ്ട്. കൂടാതെ ഇവിടെ എറണാകുളം ബോട്ട് ജെട്ടിക്ക് അടുത്തുണ്ട്. മാത്രമല്ല കടവന്ത്രയിലുണ്ട്. ആ യൂണിറ്റുകളെല്ലാം പെട്ടെന്ന് ഓടിയെത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഒരു അപകടം ഒഴിവായത്. എന്തായാലും പുലർച്ചയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. നാട്ടുകാർ ഈ വിവരം കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറയുന്നു. കൺട്രോൾ റൂമിലേക്ക് മാത്രമല്ല ഫയർഫോഴ്സ് യൂണിറ്റിനും വിളിച്ചു പറയുന്നു. ആ ഇടപെടലുകൾ തന്നെയാണ് കെവിന് ഈ വാർത്ത വരാൻ നേരത്ത് നമ്മൾ എത്ര മണിക്കാണ് ഈ വാർത്ത അറിഞ്ഞത്? കൃത്യമായി നമ്മളൊരു 4:40 കൂടി ഈ വാർത്ത അറിഞ്ഞു. ആദ്യഘട്ടത്തിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത ശരിയാണോ എന്നാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ രാത്രി അതാ കുക്കറുകളൊക്കെ ഇരിക്കുന്നത്. മനുഷ്യർ താമസിച്ചിരുന്ന ഇടം കൂടിയാണ്. കണ്ട കുക്കറുകളൊക്കെ ഇരിക്കുന്നു. ആ കുക്കറുകളും മറ്റു കാര്യങ്ങളും. അതായത് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ അവശേഷിക്കില്ലായിരുന്നു. കാര്യമായ തീപിടുത്തമായിരുന്നെങ്കിൽ അല്ലേ? തീർച്ചയായും. അതായത് കൃത്യമായ രീതിയിലുള്ള അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും ഈ റെയിൽവേ പോലീസിന്റെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് സജയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20ഓളം തൊഴിലാളികളുണ്ട്. അതിൽ 9ഓളം പേർ ഇതിനകത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ അകത്ത് ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ അകത്ത് 9ഓളം തൊഴിലാളികൾ ആ കുടിസ് മുറിക്കകത്താണ് കടന്നുറങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഈ റെയിൽവേ ട്രാക്കിന്റെ അപ്പുറം വശം പൊളിച്ചുകൊണ്ട് അവരെ 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് പടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഈ അപ്പാർട്ട്മെന്റിൽ 10ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അവരെ എല്ലാവരെയും തന്നെ യാതൊരുവിധ പരിക്കുകളും ഇല്ലാതെ രക്ഷിക്കാൻ സാധിച്ചു എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. മറ്റൊരു കാര്യം, രാത്രി ആയിരുന്നാണ് ഇത്തരത്തിലൊരു വലിയ അപകടം നമുക്ക് ഇത്തരത്തിൽ ഒഴിവായത്. നമുക്കറിയാം, തൊട്ട് മുൻപിലായിട്ട് റെയിൽവേ ട്രാക്കാണ്, മേൽപ്പാലം ഉണ്ടാകുന്നത്, മുകളിലായിട്ട് മെട്രോയുടെ പാത കടന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു അപകടം, അതായത് ഈ എറണാകുളം ടൗണിനെ സാരമായ രീതിയിൽ ബാധിക്കാൻ ഉതകുന്ന തരത്തിലുള്ള തീപിടുത്തത്തിനാണ് ഈ അഗ്നിശമന സേന കടിഞ്ഞാണിട്ടത്. അതായത് 12ഓളം യൂണിറ്റുകൾ എത്തി ഏതാണ്ട് 4-4.5 മണിക്കൂറോളം നീണ്ടു നിന്ന വലിയൊരു പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോമിംഗ് അടക്കമുള്ള പ്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോമിംഗ് നടത്തി അകത്തേക്ക് കയറണം. ഇപ്പോൾ നമുക്ക് മർമ്മപ്രധാനമായ ഒരു കാര്യം നമുക്ക് ന്യൂസ് മലയാളത്തോട് ഇപ്പം അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നത്, ഇതിനകത്ത് ഫയർ അലാറം NOC ഉൾപ്പെടെ ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ സഞ്ജയൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞല്ലോ. അതായത് ഈ തീ പടർന്നാൽ ഇതിൽ നിന്ന് അലാറമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇൻഡിക്കേഷനുകളോ കൊടുക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്. യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഇത് പ്രവർത്തിച്ചിരുന്നത്. ഇത് മനുഷ്യന്റെ ജീവന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ 10ഓളം വരുന്ന ഇവിടുത്തെ തൊഴിലാളികളെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ നടന്നുകൊണ്ടത്. തമിഴ്നാട് സ്വദേശികളുണ്ട്, ബീഹാറി സ്വദേശികളുണ്ട്, അത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള സ്വദേശികളുണ്ട്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അത്തരം സാഹചര്യത്തിൽ വലിയൊരു, അതായത് ഒരു 10-50ഓളം ആളുകളെ ഉടനെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത് അത് ഇവിടുത്തെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും, അതായത് വലിയൊരു നന്ദി, ഹാറ്റ്സ് ഓഫ്, അതായത് അഗ്നിശമന സേനയ്ക്ക് നൽകിയേ കഴിയാവൂ. തീർച്ചയായിട്ടും. എന്നാൽ അവരുടെ കൃത്യമായ നമുക്ക് ഇതിനകത്തേക്ക് ഒരിക്കൽ കൂടി തിരിച്ചെത്താം. ഒരു ആദ്യം നമ്മളുടെ സ്ഥാപനത്തിന് ഉടമ രാജു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്തൊരു ദുരൂഹത അദ്ദേഹം ആരോപിക്കപ്പെടുന്നുണ്ട്, ഒരു സംശയമുണ്ട് എന്നുള്ളത്. ആ പ്രതികരണം ഒരിക്കൽ കൂടി കേട്ട ശേഷം തിരികെ എത്താം. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഞാൻ 2 മണിയായപ്പോൾ അപ്പുറത്തെ വർഷക്കാരൻ എന്നെ വിളിച്ച് പറഞ്ഞു. 2 മണി കഴിഞ്ഞു, 2-2:30 മണിയായിരുന്നു വിളിച്ചപ്പോൾ. ഇത് ബാക്കിൽ നിന്ന് ആരാ കത്തിയിട്ടിട്ട് പോയതാ. അത് തീയിട്ടിട്ട് പോയേക്കണ. അല്ലാണ്ട് ഇവിടെ കത്തി പിടിക്കാൻ വേറെ സ്ഥലപ്പോ അവിടെ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ. അത് അറിയാവുന്ന ആളായിരിക്കോ തീയിട്ടേക്കണത്? അറിയാൻ പാടില്ല, ആർക്കാന്ന് അത് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പറയാം, ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ അറിയാൻ പാടില്ല. എല്ലാരും വൈരാഗ്യക്കാരാണല്ലോ, അതൊന്നും അറിയാൻ പാടില്ല എനിക്ക്. വൈരാഗ്യക്കാരുണ്ടല്ലേ? കാണാൻ സാധ്യതയുണ്ട്. അതായത് ചേട്ടൻ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ഇതിന്റെ പുറകിൽ ആരോ തീയിട്ടതാണ്. അത് തീയിട്ടതാ. അതും ചേട്ടനോടുള്ള ഒരു വൈരാഗ്യം കൊണ്ടായിരിക്കും. ഇത് വിചാരിക്കാം, അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറയും, ഞാൻ അങ്ങനെ മോശമല്ല. ചിലപ്പോ അതായിരിക്കും. പോലീസിൽ പരാതി കൊടുക്കോ ഇത് സംബന്ധിച്ച്? കൊടുക്കണം. അതായത് തീയിട്ടാണ് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെ അല്ലേ? ആരോ തീയിട്ടതാകാം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹത്തിനൊരു സംശയം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഫഹിൻ, എത്ര മണിക്കൂറായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പോഴും അത് പൂർണ്ണ തോതിൽ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം ഇതിൻ്റെ ഒരു വ്യാപ്തിയുണ്ട്. ഇതെപ്പോൾ പൂർത്തിയാകും? ഇതിൻ്റെ ഒരു വ്യാപ്തി കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
ലാലിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ലാൽ ഓർത്തിരിക്കാനാണ് സാധ്യതയുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത വശം, അവിടെയായിരുന്നു പണ്ട് ഒരു ചെരുപ്പ് ഗോഡൌണിന് തീപിടുത്തമുണ്ടായത് ഒരു 4-5 വർഷങ്ങൾ മുൻപ്. ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട് ലാലിന്. ആ ചെരുപ്പ് കടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഗോഡൌണിന് തീപിടുത്തമുണ്ടായത് ഒരു രാവിലെ 10 മണി സമയത്തായിരുന്നു. ആ തീപിടുത്തം അവസാനിപ്പിച്ചത് വൈകുന്നേരം 3 മണിയോടുകൂടിയായിരുന്നു. എന്തായാലും അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെയും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിപ്പോഴും ശക്തമായി തന്നെ ഈ തീ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു തീപിടുത്തം. ആ തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ തീ വീണ്ടും ആളിപ്പടരാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. കാരണം ഉള്ളിൽ പലയിടത്തും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിഷപ്പുക എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കിടന്നിട്ട് അതിൽ തീപിടുത്തം ഉണ്ടായാലുള്ള ആ വിഷപ്പുക അതെല്ലാം ഈ ശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയാണ്. കുറച്ച് മാസ്ക് ഇട്ട് ഇവിടെ ആളുകൾ നിന്നാൽ അസുഖം വരുന്നത് ഇത്തിരി കൂടെ കുറക്കാമായിരുന്നു. എന്തായാലും ഞാനടക്കമുള്ള ആളുകൾക്ക് മാസ്ക് ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ലാല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കിടക്കുകയാണ്. ഈ ആക്രിക്കട എന്ന് പറയാൻ നേരത്ത് കുടുസ് മുറിയിൽ മനുഷ്യരെ താമസിപ്പിച്ചിരിക്കുന്ന ആക്രിക്കട. മാത്രമല്ല കുറച്ച് പ്ലാസ്റ്റിക് അല്ല ഇരുമ്പ് തകിടുകളും കുറെ ഇരുമ്പ് തൂണുകളും വെച്ച് ഇതാണ് ഗോഡൌൺ എന്ന് പറയുന്നു. ഈ ഗോഡൌണിൽ ഒരു രക്ഷാ സംവിധാനവുമില്ല. തീ ഉണ്ടായാൽ ആളുകൾ വെന്ത് അല്ലെങ്കിൽ ആ തീ ആളിപ്പടരുക, ഇത് രണ്ടുമല്ലാതെ മറ്റൊരു ഫയർ അലാറാം ഈ പരിസരത്ത് വേറെ ഇല്ല എന്നുള്ളതാണ്. എറണാകുളം നഗരത്തിന് നടുക്കാണ് ഇത്തരം ഒരു സംവിധാനം ഇല്ലാതെ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നത്. അതും 4 തകര ഷീറ്റ് അടിച്ചു വെച്ചൊരു ഗോഡൌൺ എന്ന് പറഞ്ഞുള്ള പേരിൽ ഒരു NAC ഇല്ല, സംവിധാനങ്ങളില്ല. തീപിടുത്തം ഉണ്ടാകുന്നു, നഗരത്തെ മുഴുവൻ പരിഭ്രാന്തരാകുന്നു. ഈ സംവിധാനങ്ങളെല്ലാം ഇതിന് പിന്നാലെ ഓടേണ്ട അവസ്ഥ വരും. തീർച്ചയായിട്ടും ലാൽ കാണ് എറണാകുളം നഗരം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാലിനോട്, എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലമാണ് ഈ കടന്നു പോകുന്നത്. അതായത് പ്രധാനപ്പെട്ട ഇടം എറണാകുളം നഗരത്തിന്റെ കവാടം എന്ന് പറയാം. നഗരത്തിലേക്ക് കടക്കുന്ന കവാടം. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കാണ്, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. അതായത് എറണാകുളം നഗരത്തിലേക്ക് കടക്കേണ്ട ഒരു കവാടത്തിന് തൊട്ട് താഴെ പ്രവർത്തിക്കുന്ന ഒരു ആക്രിക്കടയാണ്. ആ ആക്രിക്കടയിലാണ് ഒരു സംവിധാനങ്ങളുമില്ല. ഫയർ സംവിധാനങ്ങളോ റെസ്ക്യൂ സംവിധാനങ്ങളോ ഒന്നുമില്ല. എന്തുകൊണ്ടോ ഇങ്ങോട്ടേക്ക് ഫയർഫോഴ്സിന്റെ വാഹനം ഓടിച്ചു കയറ്റാൻ, ഈ ഒരു വാഹനം പോലും ഓടിച്ചു കയറ്റാനുള്ള ഒരു വഴി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു വാഹനം ഫയർഫോഴ്സിന്റെ ഒരു വാഹനം കയറണമല്ലോ, അതിനുള്ള ഒരു വഴി പോലും ഇല്ലാത്ത ഒരിടത്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ വാഹനങ്ങൾ കാണുന്നത് പോലെ തന്നെ മുകളിൽ കൊണ്ടുവന്ന ഫയർ എഞ്ചിൻ ഇടുന്നു. അവിടെ നിന്ന് ഈ ഫയർ എഞ്ചിനിലേക്ക് വെള്ളം നിറക്കുന്നു. പിന്നീട് കാണുന്ന പോലെ ആ മോളിൽ നിന്നാണ് ഒരു ഫയർ എഞ്ചിൻ അവിടെ കൊണ്ടുവരുന്നു. ആ ഫയർഫോഴ്സ് വാഹനം അത് താഴേക്ക് കേബിൾ ഇടുകയാണ്. അങ്ങനെ താഴേക്ക് കേബിൾ ഇട്ട് അല്ലെങ്കിൽ വയറിട്ട് ഇതിൽ വെള്ളം നിറക്കുന്നു. തുടർന്ന് അവിടെ നിന്നാണ് ഈ ഫയർഫോഴ്സിന്റെ വെള്ളം ഈ കാണുന്ന പൈപ്പ് വഴി അല്ലെങ്കിൽ ഈ ഓസ് വഴി ഇതുവഴിയാണ് അകത്തേക്ക് കടത്തുന്നത്. അങ്ങനെ ഉള്ളിലെത്തിച്ചാണ് ഈ പൂർണ്ണമായിട്ടും തീയണക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പകലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാഹനം നിർത്തിയിടുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. എറണാകുളം നഗരം പൂർണ്ണമായിട്ട് സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രമല്ല പകൽ സമയങ്ങളിൽ ഇവിടെ ഇത്ര മനുഷ്യരായിരിക്കില്ല ഉണ്ടാവുന്നത്. ഇവിടെ എല്ലാം ചുറ്റും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വീടുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം തന്നെ കുറെ ഫ്ളാറ്റുകളുണ്ട്. ഇവിടങ്ങളിലൊക്കെയുള്ള മനുഷ്യർ, ആ മനുഷ്യരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നേനെ, ആ മനുഷ്യരെയൊക്കെ അപകടത്തിൽ പോയി പെട്ടേനെ. ഈ പറയുന്നത് പോലെ ഒരു ഫയർ സംവിധാനവും ഇല്ലാതെ, ഫയർ അലാറാം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ 20 ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ സ്ഥലത്തെത്തിയെന്ന് പറയുമ്പോൾ 20 ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തിനെ നമുക്ക് മനസ്സിലാവുമല്ലോ. അവരുടെ വണ്ടി കയറാനോ വണ്ടി പോകാനോ ഉള്ള സൗകര്യം പോലും ആ പ്രദേശത്തില്ല. കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല. ഈ കെട്ടിടത്തിന് ആരാണ് അപ്പോൾ ഇത്തരം ഒരു അനുമതി കൊടുത്തത് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും സൗത്ത് പാലത്തിന്റെ അടിയിൽ ഇത്രയും മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടൊരു കെട്ടിടം പ്രവർത്തിക്കുന്നു. അവിടെ തീപിടുത്തം ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ നഗരത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരുന്നു. അത് ഈ രാത്രി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരുപക്ഷെ പോയി എന്ന് പറയാം. എന്നാൽ പോലും ഉറങ്ങിക്കിടന്ന 9 പേരുടെ ജീവനടക്കം അപകടത്തിൽ തന്നെയായിരുന്നു.
തീർച്ചയായിട്ടും ലാല, ഈ 9 മനുഷ്യരുടെയും ജീവൻ അപകടത്തിലായിരുന്നു. കൃത്യമായി ഈ പോലീസുകാർക്കെല്ലാം ഇടപെടാൻ കഴിഞ്ഞുകൊണ്ട്, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ കഴിഞ്ഞുകൊണ്ട് ഈ പ്രതികരിച്ച ഇൻസ്പെക്ടർ അദ്ദേഹം മണിക്കൂറുകളായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അവർക്കൊന്നും അവരെ ബാധിക്കുന്നില്ല. മഴയും ഒപ്പം തന്നെ ഈ കോരിച്ചൊരി പെയ്യുന്ന മഴയും ഈ കാണുന്ന പുകയും ഇതൊന്നും ഈ മനുഷ്യരെ ബാധിക്കുന്നില്ല. ഈ മനുഷ്യരെല്ലാം ഒറ്റ മനസ്സായി ഇവർക്ക് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ അപകടം ഒഴിവാക്കാൻ പറ്റിയത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിരുന്നു. ആ അപകടം ഒഴിവാക്കാൻ പറ്റിയത് റെയിൽവേ ആ സമയത്ത് സഹകരിച്ചു. ട്രെയിനുകൾ പൂർണ്ണമായിട്ടും അതിന്റെ ഗതാഗതം സ്തംഭിപ്പിച്ചു. ഇതെല്ലാം കൊണ്ട് മാത്രമാണ് പൂർണ്ണമായിട്ടും വലിയ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റിയത്. ലാൽ, സഹീൻ, ഇപ്പോൾ ഈ പുലർച്ചെ എത്തിയതിനു ശേഷം എങ്ങനെയാണ് ഈ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്? ഇനി എത്രത്തോളം ജോലികൾ ബാക്കിയുണ്ട്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം? ഗൗതം, എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം. രാജേഷ് കുമാർ സാറ്, എന്താണ് ഇനി നമ്മൾക്ക് ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഒരു പ്രവർത്തനം ഇതിനിപ്പം വേറെ നമുക്ക് കൂടുതലും ചെയ്യാനില്ല. ഇതിപ്പം റീഇഗ്നീഷൻ തടയാനുള്ള നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ JCBക്ക് സ്ക്രാപ്പുകളെല്ലാം മറച്ചുകൊണ്ട് ഫോം ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് റീഇഗ്നീഷൻ തടയാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഗോഡൌൺ പ്രവർത്തിക്കുമ്പോൾ സാധാരണ ഒരു ഫയർ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വേണ്ടി വരിക? ഇതിന് സാധാരണ ചെയ്യുന്നത് പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ LSGDയുടെ അനുമതി വേണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇതിന് ഫയർ സിസ്റ്റം ചെയ്യണം. അവർ തന്നെ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫയറിന് NOC വേണമെന്ന് അവരും പറയുന്നില്ല, അങ്ങനെ റൂളില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി അവർ ഉറപ്പുവരുത്തുക, അതായത് കൺസേൺ അതോറിറ്റി തന്നെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കോർപ്പറേഷൻ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. കോർപ്പറേഷൻ നോംസ് ഉണ്ട്, അത് പ്രകാരം നമ്മൾ നടത്തുന്ന വ്യാപാരി ചെയ്യേണ്ടതാണ്. അവർ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജ് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. ഫയർ ഉദ്യോഗസ്ഥരും ഇവിടെ ഒരു പരിശോധന നടത്തേണ്ടതായിരുന്നില്ലേ? ഫയർ ഓഡിറ്റ് നടത്തി നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റോളൊന്നും ഫയർഫോഴ്സിനില്ല. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുമോ? അത് സംബന്ധിച്ച് വല്ല പരിശോധന വല്ലതും നടത്തി? അതെല്ലാം നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഫയർ ഓഡിറ്റ് സ്ക്രാപ്പ് കടകളുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം റിപ്പോർട്ടെല്ലാം എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. മാത്രമല്ല ഒരു ഫയർ എഞ്ചിൻ കയറേണ്ട ഒരു വഴികളൊന്നും ഇല്ല. ഇതിന്റെ മെയിൻ എൻട്രൻസ് പറയുമ്പോൾ മർസയിലാണ്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഫയർ എഞ്ചിൻ എത്തണമെന്നാണ് റൂളുള്ളത്. അങ്ങനെ ഒരു റൂളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് 1/3 നമുക്ക് ഓപ്പൺ അല്ല. അതാണ് ഒരു ഭാഗം അത്ര നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. നിയമം മുഴുവൻ കാറ്റിൽ പറത്തിയായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ തന്നെ പറയാല്ലേ? തീർച്ചയായും ഇതിന് NOC ഇല്ല. അതാണ് ഫയറിന്റെ NOCയോ അല്ലെങ്കിൽ മറ്റേ കൺസേൺ അതോറിറ്റി എന്നുള്ള NOCകളോ അല്ലെങ്കിൽ സിസ്റ്റമോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എന്റെ സംവിധാനം ഒരു തട്ടിക്കൂട്ടായിരുന്നു. അത് നമുക്ക് പരിശോധിച്ച് പിന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. തീർച്ചയായും നമുക്ക് വലിയ ഗോഡൌൺ ആയിരുന്നു. അതെ, തീർച്ചയായും വലിയൊരു ഗോഡൌൺ. അപ്പോൾ ഈ ഒരു സിറ്റി തന്നെ, എറണാകുളം സിറ്റി തന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു ഗോഡൌൺ വലിയൊരു അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ അപകടം തന്നെ ഉണ്ടായത്. തീർച്ചയായും നമുക്ക് അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു സ്ക്രാപ്പ് കടയോട് ചേർന്നിട്ട് നമുക്ക് കണ്ടറിയാം. വീഡിയോസ് നമ്മളെ വിഷ്വൽസ് കണ്ടറിയാൻ പറ്റും. ചേർന്നിട്ട് തന്നെ അത് അറ്റാച്ച് ചെയ്തിട്ടാണ് 2 ലോഡ്ജുകളും സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു അപകടമാണ്. അത് വലിയ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായതില്ല നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗൗതം പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. വേറൊന്നുമില്ല, നമുക്ക് 10 ഫാമിലീസ് ഉണ്ടെന്ന് പറഞ്ഞു. 10 ഫാമിലിയുടെയും ലൈഫ് ഫയർ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഇനിഷ്യൽ സ്റ്റേജിലല്ല നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനാണ് ഏറ്റവും വലിയൊരു ഗുണം. എല്ലാവരും ആദ്യം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായും പോലീസിന്റെ സാറിന് ഉണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പം അറിയാൻ കഴിഞ്ഞാൽ 10